ധ്യാനെ പോലുള്ള ആളുകളെയൊക്കെയാണ് അവര് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഔട്ട്ഡേറ്റഡ് മെറ്റീരിയൽ. ഞാനത് മനസ്സിലാവുമല്ലോ. അപ്പൊ എന്തോ ഒരു നിങ്ങൾക്കിടയിൽ ഒരു സജീവമായിട്ടുള്ള ഒരു എന്തോ ഒരു മാത്രമല്ല, ശ്രീനിയേട്ടൻ വീട്ടിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ആരൊക്കെ വെൽ മെറ്റീരിയൽസ് എന്ന് മനസ്സിലാക്കിക്കോളൂ അല്ലേ. അവിടെ നമ്മൾ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിനീത് സാധാരണ വിനീത് അത്ര കൂടുതൽ സംസാരിക്കുന്ന ആളല്ലല്ലോ. എനിക്കൊന്ന് പുള്ളിയുടെ സുഹൃത്തുക്കളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുന്ന വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആള് വളരെ കുറച്ചേ സംസാരിക്കൂ, അതിൽ കൂടുതൽ ചിരിക്കും. അതാണ് പുള്ളിയുടെ പ്രത്യേകത. അത് ആ ചിരി എന്ന് പറയുന്നത്, ആ ചിരിയിലൊരു കള്ളത്തരം ഉണ്ട്. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്കിള് സംസാരിക്കുകയാണെങ്കിൽ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ഇങ്ങോട്ടൊരാൾ പറയുന്ന സമയത്ത് അതിനെ ചിരിച്ചു തള്ളുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണ പോലും കേൾക്കാതെ അതിനെ ചിരിച്ചു തള്ളുക. അത് പുള്ളിയുടെ തന്ത്രമല്ലേ? അത് ഞാൻ അങ്കിളിലും കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ തന്ത്രം പണ്ട്. അത് കലക്കി. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ വിനീതിനൊരു 16 or 17 വയസ്സുള്ള ഈ നമ്മൾ തമ്മിൽ വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു ആ നമ്മൾ തമ്മിൽ. ഞാൻ ചോദിക്കുന്നതിനെല്ലാം ചിരിച്ചു വിടുക. എനിക്ക് മനസ്സിലായി. ആ ചോദ്യങ്ങൾ ചിലപ്പോ ശ്രദ്ധിക്കുകയോ കേൾക്കുകയോ ഉണ്ട്. പക്ഷേ ആ ചോദ്യം എന്ന് പറഞ്ഞാലേ ഉത്തരം അർഹിക്കുന്നില്ലെന്നാണോ അതായിരിക്കാം ചിരിച്ചങ്ങ് വിടുക. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അല്ല, അത് തിരിച്ചു നമ്മൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതേ നാണയത്തിൽ ഒരു കാര്യം പറഞ്ഞു, അവൻ എന്നെ പോലെ അല്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ കഥ ഫോൺ ചെയ്തു. അതിനുശേഷം ഞാൻ വിളിച്ചു. ഔട്ടായില്ലല്ലോ. ഔട്ടായില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. തിരിച്ച് ഞാൻ വിളിച്ചപ്പോഴേക്കും ഇപ്പം എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴും മാപ്പ് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി സ്വാഭാവികമായിട്ടും ഞാൻ തെറ്റുകാരനല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സെറ്റ് ഇട്ടിട്ടുണ്ട്, നിന്നെ ഒരാള് വിശ്വസിച്ചിട്ടാണ്. പ്രൊഡ്യൂസർ അല്ലല്ലോ അതിന്റെ. അല്ല, അതുകൊണ്ട് പിന്നെ അത്രയും ടെൻഷൻ വരത്തില്ല. ഇല്ല, കാശാണല്ലോ. അല്ല, അതിന്റെ പ്രൊഡ്യൂസർ വിശാഖാണ്, നെതർലാൻഡിന്റെ. അപ്പൊ നിങ്ങൾ കുറച്ച് ടെൻഷൻ വരും. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു, ആ സെറ്റിന്റെ പൈസ ഞാൻ അവന് കൊടുത്തോളാം, ഞാൻ തടി ഉറക്കുന്ന ദിവസം ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ചിലപ്പോ ചില ഡയറക്ടർ സ്വാതന്ത്ര്യം കൊടുക്കുമല്ലോ. ഇതാണ് സംഭവം, നിങ്ങളങ്ങ് അഭിനയിച്ചോളൂ. ഇപ്പൊ പ്രിയദർശൻ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രീനിയേട്ടനോട് ഇതാണ് സംഭവം, നിങ്ങളങ്ങ് ചെയ്തോളൂ എന്ന് പറയല്ലോ. അവരിന്ന് അങ്ങ് ഇംപ്രോവൈസ് ചെയ്ത് ചെയ്യുമല്ലോ. അങ്ങനെ ഇംപ്രോവൈസ് ചെയ്ത് ചെയ്യാനൊക്കെ ഒരു വിശാല മനസ്കതയൊക്കെ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ കാണിക്കൂ. സ്വാതന്ത്ര്യം തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മൾക്ക് ഇത് നമ്മൾ എന്താ ചെയ്ത് വെച്ചെന്ന് കാണാൻ നമുക്ക് കണ്ടാലേ നമുക്കെന്തെങ്കിലും ഇതെന്താ നമ്മൾ ചെയ്തത് നമുക്കൊന്നും അറിയണമല്ലോ. അത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല, കാരണം നമ്മൾ കണ്ടിട്ടേ ഇല്ല, സമ്മതിക്കത്തില്ല. അപ്പൊ തന്നെ പുള്ളി കട്ട് വിളിച്ചത് ഓക്കെ ആണെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പുള്ളി ഓക്കെ പറയുന്നിടത്ത് നമ്മൾ തെറി വിളിച്ച ഇംഗ്ലീഷാണോ മലയാളമാണോ? ഇംഗ്ലീഷ്. അത് നല്ല ശക്തിയായിട്ട് പറയാൻ പറ്റും. അത് തമിഴുണ്ടോ? തമിഴ് ഇല്ല, എന്നെ തെറി വിളിച്ചിട്ടുണ്ട് ഇതിന് ഫസ്റ്റ് പടത്തിന്. അല്ല, ഇംഗ്ലീഷില്. അത് ഇംഗ്ലീഷ് നമുക്ക് പ്രത്യേകിച്ച് ഈ തെറി വന്നാല് ധ്യാന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? അതേ തെറി തിരിച്ചറി. അല്ല, മലയാളത്തിൽ തെറി വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ സഹിക്കത്തില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ല. ഇംഗ്ലീഷിൽ നമുക്കൊരു സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിഷമം, വേദന. സ്റ്റുപ്പിഡിനൊക്കെ ഉപയോഗിക്കോ? അല്ല, അതിലും കൂടുതലൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇതായി കളയും. എന്തിനായിരുന്നു ഈ തെറി വിളിച്ചത് ശരിക്കും? അല്ല, നമ്മൾ കാര്യം വല്ലതും ഉണ്ടാക്കിയിട്ടാണോ അതോ? അല്ലല്ല, ആദ്യത്തെ സിനിമയിൽ തെറി വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷോട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വെറുതെ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. എന്നെ അടിക്കുന്നത്, എന്നെ ചവിട്ടുന്ന ഒരു ഷോട്ടാ. അപ്പൊ ആ ചവിട്ടുന്ന ആളുടെ ക്ലോസ് ആണ് വെച്ചിട്ടുള്ളത്. ഞാൻ അവിടെ കിടക്കുന്ന, അവനൊരു ആക്ഷൻ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ വെറുതെ കിടക്കുക. അപ്പൊ ഞാൻ ഈ കിടക്കുന്ന സമയത്ത് ഇവൻ വന്നെ ചവിട്ടിയപ്പോ, ഈ ചവിട്ടിയത് ഞാൻ ഷോട്ടിലേ ഇല്ല, ചവിട്ടിയത് എന്റെ മുഖത്താ. അയ്യോ. അപ്പോ അതിനും അവനും ഞാനും തലേദിവസം ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായതിന്റെ പേരിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങളുടെ ഇടയിൽ ഉടക്കിന്റെ കാരണമൊക്കെ മനപ്പുറം ചവിട്ടിയാണോ എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പം നല്ലൊരു ചവിട്ട് കിട്ടി. അപ്പൊ ഈ ചവിട്ട് കിട്ടിയ ഉടനെ ഞാൻ അവനെ ചീത്ത വിളിച്ചു. ചീത്ത വിളിച്ച എന്റെ അടുത്ത കൂട്ടുകാരനാണ് അവൻ. അപ്പൊ അർഹിക്കുന്നു, ഞാനും അർഹിക്കുന്നു ആ ചവിട്ട്. ആ ചവിട്ട് ഞാൻ അർഹിച്ചിരുന്നു. ചവിട്ട് കിട്ടിയ ഉടനെ ഞാൻ ഇവനെ ചീത്ത വിളിച്ചു. അപ്പൊ പുള്ളി പെട്ടെന്ന് ചൂടായിട്ട് ഇംഗ്ലീഷില് ഭയങ്കര തെറി എന്നെ, ഇങ്ങനെ ദിസ് ഇസ് നോട്ട് ഡിസിപ്ലിൻ ഇല്ല സെറ്റില്. കാരണം ഇത് എഡിറ്റിന് പോകുന്ന സമയത്ത് ഈ NG ടേക്കിലൊക്കെ ഈ ചീത്ത വിളി അത്യാവശ്യം പിടിച്ചു. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് തെറിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന കൊണ്ടും, പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് അധികം ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്ക് പോലും ഇതെന്തോ വലിയ സാധനമാണ് വിളിച്ചിട്ടുള്ള. അങ്ങനെ ഞാൻ തെറി വിളിച്ചു കഴിഞ്ഞു. അപ്പം എന്റെ ചവിട്ടിയതിന്റെ എന്റെ ചെറുങ്ങനെ എന്റെ ഇവിടെ പുരികത്തിന്റെ മുകളിൽ ചെറുങ്ങനെ ഇങ്ങനെ ചോര കല്ലിച്ച പോലെ. അപ്പൊ എന്റെ വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ചവിട്ടിയിട്ടും എന്റെ ചേട്ടനായ ആള് എന്റെ വേദന പോലും മനസ്സിലാക്കാതെ ഡയറക്ടറായിട്ട് നിൽക്കുക. ഞാൻ നേരെ
ഞാൻ നേരെ വീട്ടിൽ പോയി റൂമിൽ പോയി ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. ബാഗ് പോവാ, ഷൂട്ട് തുടങ്ങി 15 ദിവസമായി. എനിക്ക് സിനിമ വേണ്ട, അവസാനിപ്പിച്ചു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാൻ ബാഗ് പാക്ക് ചെയ്ത് പോകുമ്പോ എന്നെ തല്ലിയവൻ എന്നോട് വന്നിട്ട് പറയാ, നീ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും, നമ്മള് തമ്മിലുള്ള. അപ്പൊ ഞാൻ എനിക്ക് നിന്നോട് പ്രശ്നമില്ല, എനിക്കുള്ളത് നിനക്ക് വേണ്ടി എന്നെ തെറി പറഞ്ഞ എന്റെ ചേട്ടൻ ഇംഗ്ലീഷില്. ഞാൻ പിറ്റേ ദിവസം ബാഗ് പാക്ക് ചെയ്ത് അന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോവാ. അമ്മേനെയൊക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് എല്ലാം പറഞ്ഞു, എല്ലാരും പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാലേ നിങ്ങളുടെ ഫൈനൽ കോടതി സിനിയേറ്ററാണോ? അങ്ങനെയൊന്നും ഇല്ലല്ലേ? ആ കോടതി ഇറക്കിയില്ല, ആ കോടതി ഹോളിഡേ എന്ന് ഹോളിഡേ. അപ്പൊ അമ്മ എങ്ങനെയാ? അമ്മക്ക് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാത്തടത്തോളം അമ്മക്ക് എല്ലാം ലളിതമായിട്ടേ കാണും. അഥവാ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിളിച്ചെന്ന് മലയാളം അല്ലല്ലോ എന്നായിരിക്കും അമ്മ വളരെ ഏട്ടനല്ലേ അച്ഛനല്ലേ അതെന്താ നമ്മളെ കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞ അമ്മ അതിനെ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ അമ്മ എല്ലാത്തിനോടും നമുക്ക് ആരെങ്കിലും ചത്താ പോലും നമുക്ക് ആൾക്കാരാകുമ്പോ മരിക്കും ഒരു പ്രായമാകുമ്പോ. അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? അപ്പം നിങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവരുത്, വളരെ സ്നേഹിച്ച് തോളൊക്കെ ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം അല്ലേ? അമ്മ അങ്ങനെ ആറ്റിറ്റ്യൂഡിലായിരിക്കും. അതെ അതെ, കാരണം ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അമ്മ വന്നിരുന്നു ഇത് കാണാൻ വേണ്ടി. രണ്ട് മക്കളെ ഏറ്റുമുട്ടുന്നത് എങ്ങനെയാണ് കാണാൻ വേണ്ടി. അപ്പൊ അമ്മ ദൂരെ മാറി എന്നിട്ട് ഇത് ഇങ്ങനെ കാണുന്ന അമ്മയുടെ ഒരു പെർസ്പെക്റ്റീവില് അമ്മ കണ്ണ് നിറഞ്ഞ് കാരണം രണ്ട് മക്കൾ ഒരുമിച്ച് ആക്ടർ മാത്രമല്ല ശോഭനെ പോലെ ഒരാളെ അഭിനയിക്കുന്ന സിനിമയിൽ നായകൻ അല്ലല്ല, ഇപ്പൊ ഇത് വർഷങ്ങൾക്ക് ശേഷം തന്നെ ലൊക്കേഷൻ. അങ്ങനെ അമ്മക്ക് ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് അമ്മ അതിനെ ഭയങ്കരമായിട്ട്. പിന്നെ അമ്മയുടെ സ്ഥിരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അച്ഛൻ്റെ ചെറിയ ചെറിയ ആർട്ടിക്കിളൊക്കെ വരുന്ന സമയത്ത് അമ്മ അതിനെ രാത്രിയാകുമ്പോൾ മറ്റേ കത്രിക വെച്ച് കട്ട് ചെയ്ത് അത് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അച്ഛനെ പറ്റിയിട്ട്. അപ്പം അച്ഛനെ പറ്റി പിന്നെ വന്ന് തുടങ്ങിയപ്പോഴേ കുറെ വന്നോളൂ ഇത് എത്ര മുറിച്ച് വെക്കും അങ്ങനെ